ഈ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും തുടരെ ചില പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവരുടെ എക്സ് ഹാൻഡിലുകളിൽ തുടർച്ചയായി ഇത്തരം പ്രതികരണങ്ങൾ അത് ഇപ്പോൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതായത് ഈ വെടിനിർത്തൽ ധാരണ അത് ഇന്ന് 5 മണിക്ക് വൈകിട്ട് 5 മണിക്ക് നിലവിൽ വന്നതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിൽ വളരെ ആക്റ്റീവായി ഈ പാകിസ്ഥാൻ്റെ ഒഫീഷ്യൽ എക്സ് ഹാൻഡിലുകൾ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ തന്നെ വളരെ ആക്റ്റീവായിട്ട് കാണപ്പെടുന്നത് എന്നത് ശ്രദ്ധേയമാണ്. അതിപ്പോൾ പ്രധാനമന്ത്രിയാണെങ്കിൽ കൂടി കഴിഞ്ഞൊരു 36 മണിക്കൂറോളമായി എവിടെയാണ് പാക് പ്രധാനമന്ത്രി എന്ന ചോദ്യമായിരുന്നു ഉന്നയിക്കപ്പെട്ടതെങ്കിൽ ഇപ്പോൾ പാക് പ്രധാനമന്ത്രിയുടെ എക്സ് ഹാൻഡിൽ പോലും വളരെ ആക്റ്റീവായി പ്രതികരണങ്ങൾ വരുന്നു. അതെന്തുകൊണ്ട് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതാണ് ഏറ്റവും ഒടുവിൽ അവിടുത്തെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ എക്സ് ഹാൻഡിൽ, അവിടുത്തെ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിൻ്റെ എക്സ് ഹാൻഡിൽ തന്നെ പുതിയ വാർത്തകൾ വരുന്നു. അവിടുത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഫോറിൻ മിനിസ്റ്റർ ഇഷാഖ് ദർ spoke with the European Union High Representative for Foreign Affairs and Security Policy Vice President of the Commission, Kaja Kallasനെ വിളിച്ച് സംസാരിച്ചു ഇഷാഖ് ദർ എന്നാണ് അവിടുത്തെ ഏറ്റവും പുതിയൊരു അറിവ്. അവിടുത്തെ വിദേശകാര്യ മന്ത്രി ഇഷാഖ് ദർ സംസാരിച്ചു. ഈ നിലവിലെ സാഹചര്യങ്ങൾ അത് ഇരുകൂട്ടർക്കുമിടയിൽ ചർച്ചാ വിഷയമായി എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ഷി വെൽക്കം ദി സീസ് ഫയർ അണ്ടർസ്റ്റാൻഡിംഗ് ബിറ്റ്വീൻ പാകിസ്ഥാൻ ആൻഡ് ഇന്ത്യ എന്ന് അത്തരത്തിലൊരു വ്യഗ്രതയുണ്ട്. അതായത് ഈ രീതിയിൽ പാകിസ്ഥാൻ മുൻകൈയെടുത്ത് പാകിസ്ഥാനാണ് ഇന്ത്യയെ വിളിച്ചത്, അത്തരത്തിൽ സീസ് ഫയറിന് അല്ലെങ്കിൽ ഒരു വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് അറിയിച്ചത്. അത്തരത്തിൽ അത് ലോകരാഷ്ട്രങ്ങളെ അറിയിക്കാനുള്ള ഒരു ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. പക്ഷെ അത് ശ്രമം മാത്രമാണ്. കാരണം പ്രായോഗിക തലത്തിൽ അത് നടപ്പാക്കുന്നുണ്ടോ എന്നതാണല്ലോ വലിയ ചോദ്യം. കാരണം ഇപ്പോഴും മണിക്കൂറുകളായി പാകിസ്ഥാന്റെ പ്രകോപനം അതിർത്തിയിൽ ഉണ്ടാകുമ്പോഴാണ് ഈ രീതിയിൽ അവിടെ ഒഫീഷ്യൽ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നത്. ലോകരാഷ്ട്ര തലവന്മാരെ എല്ലാം തന്നെ അവർ വിളിക്കുന്നു, അവിടെ നിന്ന് നേരിട്ട് വിളിക്കുന്നു. ഇത്തരത്തിലുള്ള സാഹചര്യമുണ്ട്, നിലവിൽ വെടിനിർത്തൽ ധാരണ എത്തിയിട്ടുണ്ട്, ഞങ്ങളാണ് അത് ആവശ്യപ്പെട്ടത്, അതിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യങ്ങൾ അറിയിക്കുകയാണ്. അങ്ങനെ അതിൽ പാകിസ്ഥാന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഓരോ രാജ്യങ്ങളും എന്ന തരത്തിലാണ് അവരുടെ എല്ലാ പോസ്റ്റിൻ്റെയും അതിൻ്റെ ഒരു ഉള്ളടക്കം. അതാണ് ഒരുപാട് പോസ്റ്റുകൾ കഴിഞ്ഞൊരു 4 മണിക്കൂറിൽ ഏതാണ്ടൊരു 10-ലധികം പോസ്റ്റുകൾ ഈ മട്ടിൽ അവർ നൽകിയിട്ടുണ്ട് എക്സ് ഹാൻഡിൽ എന്നത് ശ്രദ്ധേയമാണ്. എല്ലാം ഓരോ രാഷ്ട്രങ്ങളുടെയും തലവന്മാരെ അല്ലെങ്കിൽ അവിടുത്തെ വിദേശകാര്യ മന്ത്രിമാരെയോ അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനമന്ത്രിയോ ഒക്കെ തന്നെ വിളിച്ച് സംസാരിച്ചു, ഈ കാര്യങ്ങൾ ധരിപ്പിച്ചു. നിലവിൽ പാകിസ്ഥാനാണ് ഇന്ത്യയോട് ഇത് ആവശ്യപ്പെട്ടത്. അങ്ങനെ ഒരു വെടിനിർത്തൽ ധാരണ നിലവിൽ വന്നിട്ടുണ്ട്, അതിൽ പാകിസ്ഥാനെ അവർ അഭിനന്ദിക്കുന്നു എന്ന മട്ടിലുള്ള അത് സെയിം കോപ്പി പേസ്റ്റ് എന്ന് പറയാം. ആൾക്കാരുടെ പേര് മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കി കണ്ടന്റ് എല്ലാം അതിൻ്റെ ഉള്ളടക്കമെല്ലാം ഒരേപോലെ ഇരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. പക്ഷേ പ്രായോഗിക തലത്തിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 മണിക്കൂറായി ഇന്ത്യൻ അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നേരത്തെ ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ചോദിക്കുന്നത്, എവിടെയാണ് വെടിനിർത്തൽ? ഈ വെടിനിർത്തൽ വന്നു എന്ന് പറയുന്നു, അതെവിടെയാണ് എന്ന് വളരെ രോഷാകുലനായി ചോദിക്കുന്ന ഒമർ അബ്ദുള്ളയെ നമ്മൾ കാണുകയും ചെയ്തു. ജമ്മുകശ്മീർ മുഖ്യമന്ത്രിയാണ്. ഒപ്പം തന്നെ ശ്രീനഗറിലടക്കമുള്ള സ്ഫോടനങ്ങളെക്കുറിച്ചും അവിടെ ഡ്രോണുകൾ എത്തിയതിനെക്കുറിച്ചും ദൃശ്യങ്ങൾ സഹിതം പങ്കുവെച്ചുകൊണ്ടാണ് ഒമർ അബ്ദുള്ള ഈ പ്രതികരിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. അച്യുതൻ തുടരുന്നു. അച്യുതൻ, ഈ അവിടുത്തെ പ്രധാനമന്ത്രിയുടെ ഷഹബാസ് ഷെരീഫിന്റെ അഭിസംബോധന പ്രസംഗത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടോ? പ്രജിൻ, നമുക്ക് ലഭിച്ച വിവരപ്രകാരം 11:30 അതായത് ഇന്ത്യൻ സമയം 11:30 പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അവിടുത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യും എന്നാണ്. എന്തായാലും അല്പസമയത്തിനകം അഭിസംബോധന ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുള്ള ധാരണ അത് വന്നതിന് ശേഷം ഇന്ന് രാത്രി ഒരു 8:30 ശേഷം പാകിസ്ഥാൻ പ്രധാനമന്ത്രി അതിലൊരു പ്രതികരണം ഏറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു പ്രതികരണം നടത്തുന്നു. ഇത്തരത്തിൽ അമേരിക്കയെ പ്രശംസിച്ചുകൊണ്ട് അമേരിക്കയെ പ്രശംസിച്ചുകൊണ്ട് ഒരു പ്രതികരണം നടത്തുമ്പോൾ ഇവിടെ അതിർത്തികളിൽ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ പ്രകോപനമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ നടത്തുന്ന അഭിസംബോധനയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് എന്താണ് ഈ സൈന്യം കാണിച്ചു വച്ച ഇത്തരമൊരു മര്യാദകേടിനോട് എന്താണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് പറയാനുള്ളത് എന്നത് ഉറപ്പായും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും അത് ഉറ്റുനോക്കുന്നുണ്ട്. അവിടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആ നടപടി അപലപിക്കുമോ എന്നതാണ് നമുക്കറിയേണ്ടത്, അതോ അവിടെ മൗനം തുടരുമോ എന്നതാണ്. എന്തായാലും ഇന്ത്യക്ക് അതിലൊരു നിലപാടേ ഉള്ളൂ. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്ന് ഏത് തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാൽ അതിർത്തിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ സേനകളോട് തക്കതായ മറുപടി നൽകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അവിടെ ഒരു ഉത്തരവിനായിട്ടോ അല്ലെങ്കിൽ ഒന്നിനു വേണ്ടിയും കാത്തിരിക്കേണ്ടതില്ല. സേനകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ നടപടിയെടുക്കാം എന്നാണ് നിർദ്ദേശം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ മണിക്കൂറിൽ
ഇന്ത്യൻ സൈന്യം കൃത്യമായ രീതിയിൽ തിരിച്ചടി നൽകിയത്. ആ വിവരം നമ്മൾ കൈമാറിയിരുന്നു. അതായത് ഇന്ത്യ തിരിച്ചും ആർട്ടിലറി ഫയറിംഗ് പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ നടത്തി. അപ്പോൾ ഇന്ത്യൻ ആർമി തന്നെ അറിയിച്ചൊരു വിവരം, അത് വാർത്താ ഏജൻസിയിലൂടെയാണ് ആ വിവരം പുറത്തു വന്നത്. അതായത് നിലവിലിപ്പോൾ നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും പാകിസ്ഥാൻ്റെ വെടിവയ്പ്പില്ല എന്നത്. അപ്പോൾ അതിന് മുൻപ് അതുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ തിരിച്ചടിച്ചതോടുകൂടി, ഇന്ത്യൻ സേന തിരിച്ചടിച്ചതോടുകൂടി പാകിസ്ഥാൻ ആ പ്രകോപനത്തിൽ നിന്ന് പിന്മാറി എന്നതാണ്. സ്വാഭാവികമായും ഇരു രാജ്യങ്ങൾ തമ്മിൽ ഒരു വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തുമ്പോൾ ആ വിവരങ്ങൾ സേനയുടെ പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് എല്ലാ യൂണിറ്റുകളിലേക്കും കൈമാറും. അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്വാഭാവിക നടപടി. അപ്പോൾ ഇവിടെ രണ്ട് ഭരണകൂടങ്ങൾ സ്വീകരിച്ചൊരു തീരുമാനം, അത് ഇന്ത്യൻ ഭരണകൂടം എടുത്ത തീരുമാനം, അത് കൃത്യമായി ഇന്ത്യൻ യൂണിറ്റുകൾക്ക് കൈമാറുകയും ഇന്ത്യ ആ സംയമനം പാലിച്ചുകൊണ്ട് അതിർത്തികളിലടക്കം ആ സംയമനം പാലിച്ചു. യാതൊരു പ്രകോപനത്തിനും ഇന്ത്യ ഇതുവരെയും അങ്ങോട്ട് ചെന്നിട്ടില്ല. എന്നാൽ ഇവിടെ പാകിസ്ഥാൻ ഭരണകൂടം വെടിനിർത്തൽ ലംഘനത്തിന് ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് അതിലേക്ക് എത്തിയതിന് ശേഷവും ഈ അതിർത്തികളിലെ യൂണിറ്റുകൾക്ക് ആ വിവരം ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ലഭിച്ചില്ലയോ എന്ന് നമുക്കറിയില്ല. എന്തായാലും അതിലേതാണെങ്കിലും ആ സൈന്യം അത് മാനിക്കാതെ, അല്ലെങ്കിൽ അത്തരമൊരു ധാരണയിൽ എത്തിയതിന് യാതൊരു വിലയും കൊടുക്കാതെയാണ് ആ ലംഘനം നടത്തിക്കൊണ്ട്, ഗൗരവമായിട്ടുള്ള ലംഘനം നടത്തിക്കൊണ്ട് ഇന്ത്യയിലേക്ക് വീണ്ടും, ഇന്ത്യൻ അതിർത്തികളിലേക്ക് വീണ്ടും പ്രകോപനം സൃഷ്ടിച്ചത്. അപ്പോൾ അതിനെ സ്വാഭാവികമായും ഇന്ത്യ ആവശ്യപ്പെടുന്നത് പോലെ അതിനെ ഗൗരവ സ്വഭാവത്തോടു കൂടി തന്നെ കാണണം. ഒരു ഭരണകൂടത്തിന് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു അധികാരം സൈന്യം സ്വയം ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ, പാകിസ്ഥാൻ സൈന്യം സ്വയം ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അതൊരു പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ തന്നെ കഴിവുകേടായിട്ട് കാണേണ്ടി വരും. അപ്പോൾ അതിൽ ഭരണകൂടം കൃത്യമായി ഇടപെടണം. അതുകൊണ്ടാണ് ഉത്തരവാദി പാകിസ്ഥാനാണെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അത് പറയുന്നത്. സ്വന്തം ഭരണകൂടത്തിന് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സൈന്യമാണ് പാകിസ്ഥാൻ ഉള്ളതെങ്കിൽ അതിൻ്റെ ഉത്തരവാദി പാകിസ്ഥാനാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ ഈ ഒരു സാഹചര്യത്തെ ഉത്തരവാദിത്തോടു കൂടിയും ഗൗരവത്തോടു കൂടിയും കൈകാര്യം ചെയ്ത് ഉചിതമായ നടപടി സൈനിക നടപടിക്കെതിരെ, പാകിസ്ഥാൻ കാണിച്ച ആ സൈനിക നടപടിക്കെതിരെ സ്വീകരിക്കണമെന്നാണ് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ എന്താണ് പാകിസ്ഥാൻ സ്വീകരിക്കുന്നത്? പ്രത്യേകിച്ച് ഇന്ന് 3:35 DGMO, പാകിസ്ഥാൻ്റെ DGMO ഇന്ത്യയിലെ DGMO വിളിച്ച് ഇത്തരത്തിൽ വെടിനിർത്തലിലേക്ക് പോകാം എന്ന ഒരാവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. എന്നിട്ട് അതേ പാകിസ്ഥാൻ തന്നെ ആ വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തി മണിക്കൂറുകൾ കഴിയുമ്പോൾ അതിർത്തിയിൽ പാക് സൈന്യം പ്രകോപനം സൃഷ്ടിക്കുന്നു. അപ്പോൾ ഇതൊന്നും അറിയാതെയല്ല, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പ്രകോപനങ്ങളാണ്. പക്ഷേ അതിന് കൃത്യമായി അവർ കരുതിയതുപോലെ ഇന്ത്യൻ സൈന്യം മിണ്ടാതിരിക്കുക അല്ല ചെയ്തത്. കൃത്യമായ രീതിയിൽ അതിന് മറുപടി നൽകി, എണ്ണി മറുപടി നൽകുകയും അതോടുകൂടി പ്രകോപനം അവസാനിപ്പിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗുജറാത്ത്, പഞ്ചാബ്, രാജസ്ഥാൻ, അതുപോലെ ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ അടിയന്തരമായി തന്നെ ഈ നടപടി സ്വീകരിച്ചുകൊണ്ട് ഈ ബ്ലാക്ക് ഔട്ടിലേക്ക് പോയി. ഇതിൽ ഗുജറാത്ത് 10-ലധികം ഡ്രോണുകളെ കണ്ടുവെന്നാണ് അവിടുത്തെ ആഭ്യന്തരമന്ത്രി എക്സ്പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. ജമ്മു കാശ്മീരിൽ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തന്നെ അവിടെ ഉണ്ടായ ആക്രമണങ്ങളുടെയും അവിടെ വന്ന ഡ്രോൺ സാന്നിധ്യത്തിൻ്റെയും വിവരം കൃത്യമായി പങ്കുവെച്ചുകൊണ്ട് എവിടെയാണ് ഈ വെടിനിർത്തൽ ധാരണ എന്ന് അദ്ദേഹം എക്സ്പോസ്റ്റിലൂടെ ചോദിക്കുന്നു. അങ്ങനെ ആ കാര്യവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിനകത്ത് അത്തരം അഭിപ്രായങ്ങൾ ഉടലെടുക്കുന്നു. തൊട്ടു പിന്നാലെ വിദേശകാര്യ മന്ത്രാലയം അടിയന്തരമായി തന്നെ ഒരു വാർത്താ സമ്മേളനം രാത്രി വൈകി നടത്തി കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. കാരണം ഇവിടെ കൃത്യമായി മറുപടി പറഞ്ഞ് ഇന്ത്യക്ക് പോകാൻ കഴിയൂ എന്നതാണ്. അനാവശ്യ പ്രകോപനം കഴിഞ്ഞ നാളുകളിലെല്ലാം അതിർത്തികളിൽ പാകിസ്ഥാൻ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. സൈനിക കേന്ദ്രങ്ങൾ, ജനവാസ മേഖല ലക്ഷ്യമിട്ട നിരവധി നമ്മുടെ സഹോദരങ്ങളെയാണ് നമുക്ക് ജമ്മു കാശ്മീരിൻ്റെ നിയന്ത്രണ രേഖയോട് ചേർന്ന മേഖലകളിൽ നഷ്ടമായത്. അപ്പോൾ എന്നിട്ടും ഇന്ത്യ കനത്ത പ്രഹരം ഏൽപ്പിക്കാതിരുന്നു. അവിടെയും ഇന്ത്യ ആക്രമിക്കുമ്പോൾ പോലും അവിടുത്തെ ജനവാസ മേഖലകളിലേക്ക് ഇതുവരെയും ഇന്ത്യ ആക്രമണം നടത്തിയിട്ടില്ല, സേന ആക്രമണം നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു മര്യാദ നമ്മുടെ രാജ്യം പാലിച്ചു. പക്ഷേ പാകിസ്ഥാൻ ഈ വെടിനിർത്തൽ ധാരണ വന്നിട്ടും പാകിസ്ഥാൻ സൈന്യം ഈ മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ട് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കുകയാണ്. പ്രജിൻ, തിരികെത്താം. കൂടുതൽ അപ്ഡേറ്റുകളിലേക്ക് ഒരു ചെറിയ ഇടവേള കഴിഞ്ഞു ബ്രേക്ക്.